പ്രകാശൻ പറഞ്ഞ നമ്മുടെ കഥകളിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ പ്രകാശൻ പറഞ്ഞ കഥകളുടെ ഒരു സീരീസ് അല്ലേ, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ തേങ്ങാമോഷണം അന്നത്തെ ഒരു പ്രധാന വരുമാന മാർഗമാണ് യഥാർത്ഥത്തിൽ, സത്യം പറയുകയാണെങ്കിൽ അല്ലേ, ആ ഒരു കഥ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ജാസിൽ കയറി 2 പൊറോട്ട അടിക്കണമെങ്കിലൊക്കെ സത്യത്തിൽ ഈ ബീഫ് ഫ്രൈ ഒക്കെ ആ രൂപത്തിൽ ഞാൻ കണ്ടു തുടങ്ങുന്നത് ജാസിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ഏത് തെങ്ങിൻ്റെ മണ്ടയിലും കയറിപ്പിക്കും. പിന്നെ കുട്ടിക്കാലത്തൊക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അങ്ങനെ ഒരു പരിശീലനമൊക്കെ കിട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ. കാരണം ഞങ്ങൾ ഈ കന്നുകളെ ഓടിച്ചു വിടാൻ, അല്ലെങ്കിൽ എന്താ പറയുക, കന്നുകാലികളെ പാടത്തും പറമ്പിലൊക്കെ കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂള് സമയത്ത് തന്നെ ഇതേപോലെ വൈകുന്നേരം ഒരു 4:30 മണിക്ക് സ്കൂൾ വിട്ടാൽ വീട്ടിൽ വരിക, എന്തെങ്കിലും കഴിക്കുക, പിന്നെ നേരെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മുടെ പാടമുണ്ട്, നമ്മുടെ പാടശേഖരം, 10 പറ കൃഷിയോ അങ്ങനെ എന്തോ ആണ് അന്ന് അതിന് പറയുന്നത്. അങ്ങനെ തന്നെ 10 പറയ്ക്കുള്ള കൃഷി എന്ന് പറയുമ്പോൾ, നമ്മുടെ കൃഷി എന്ന് പറയുമ്പോൾ നെല്ല് 10 പറയ്ക്കും, പിന്നെ കുറേ തെങ്ങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ കാവലിന് പോകണം. അപ്പോൾ 4:30 മുതലുള്ള ഡ്യൂട്ടി അതാണ്. അപ്പോൾ വീട്ടിലെത്തുന്നു, കഴിക്കുന്നു, ഓടുന്നു. ഞങ്ങൾ ചേട്ടാനിയന്മാർ 2-3 പേരുണ്ട്. അപ്പോൾ നമുക്കാണ് ഇതിൻ്റെ സുരക്ഷാ ചുമതല, ഈ പാടശേഖരത്തിൻ്റെ സെക്യൂരിറ്റീസാണ്. വലിയ വടിയും കമ്പൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പാടത്തൂടെ റോന്ത് കിട്ടും. നല്ല രസമാണ്. റോന്ത് വീട്ടിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു കുളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ വരും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരുപാട് കുസൃതികളുണ്ട് കേട്ടോ. ഈ എന്താ പറയുക, നമ്മൾ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു മധ്യകാലഘട്ടമൊക്കെ പിന്നിടുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലേ, നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കാം. പലരും പലതരത്തിലാണ് ചിന്തിക്കുന്നത്. പലർക്കും പല ഓർമ്മകളും പല തരത്തിലുള്ള എന്താ പറയുക ചിന്തകളായും മധുരിക്കുന്ന ഓർമ്മകളായിട്ടും കയ്പുള്ള ഓർമ്മകളുമായിട്ടൊക്കെ പലർക്കും പലതരത്തിലുള്ള ഓർമ്മകൾ കാണും. നമ്മുടെ ഓർമ്മകളൊക്കെ ഇതേപോലെ കുസൃതി നിറഞ്ഞതും ഒരുപാട് എന്താ പറയുക, അല്പം എന്താ പറയുക, ഓവർ കുസൃതിയൊക്കെ ഉള്ള ഒരു സംഭവമൊക്കെ ആയിരുന്നു സത്യത്തിൽ. അപ്പം അത്തരം സംഭവ വികാസങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ പ്രകാശൻ പറഞ്ഞ കഥകൾ കടന്നു പോകുന്നത് കേട്ടോ. സത്യത്തിൽ പ്രകാശൻ പറഞ്ഞ കഥകൾ ഒരുപാട്, ആ ഒരു കഥകളിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ കോളേജ് പഠനകാലത്തെ തേങ്ങാമോഷണത്തിൻ്റെ കഥ, അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതും അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങാമോഷണത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൻ്റെ കഥകൾ തെങ്ങ് കയറ്റത്തിൻ്റെ പരിശീലനത്തിൻ്റെ കാലമാണ്. അത് ഈ പറയുന്ന ഇതേപോലുള്ള പറമ്പിലും പാടത്തൊക്കെ പണിയെടുക്കുന്ന കാലത്തെ ഒരു സംഭവം കേട്ടോ. എന്തൊരു രസമുള്ള കാലമാണ്. ഇപ്പോൾ മഴയുള്ള കാലമൊക്കെ ആണെങ്കിൽ, നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ, ആ മഴയത്ത് ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു വാർത്ത കണ്ടു. കുരുത്തിച്ചാലെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ കുന്തിപ്പുഴയുടെ മുകൾ ഭാഗമാണത്. അവിടെ എല്ലാ വർഷത്തിലും ആളുകൾ ആ ഒരു സ്ഥലത്തിൻ്റെ പരിസ്ഥിതി അറിയാതെ പുഴയിൽ വന്ന് ചാടും. ഈ വെള്ളത്തിൽ സാധാരണ അത്യാവശ്യം നീന്താനൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുറച്ച് എന്താ പറയുക, രൗദ്രഭാവവും ഒക്കെയുള്ള രൂപത്തിലാണ് ആ പുഴ അവിടെ ഒഴുകുന്നത്. കാരണം അടിയിൽ മുഴുവൻ പാറ വിരിച്ച പോലെയാണ്. ആ പാറകളിലൊക്കെ വലിയ വലിയ എന്താ പറയുക ദ്വാരങ്ങളാണ്. ഒരാൾക്കൊക്കെ വേണമെങ്കിൽ നൂഴ്ന്നു പോകാവുന്ന തരത്തിലുള്ള ദ്വാരങ്ങളാണ്. അപ്പോൾ വെള്ളമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ നൂഴ്ന്നു പോകാവുന്ന തരത്തിലുള്ള ദ്വാരങ്ങളിലൂടെ വെള്ളം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ആ ദ്വാരങ്ങളിലേക്ക് അടിച്ച് കയറ്റിക്കളയും. അതിൽ നിന്ന് പിന്നെ നമുക്ക് കയറി വരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഊർന്ന് പോകാനോ കഴിയില്ല. അങ്ങനെയൊക്കെയാണ് മരണങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇത്തവണയും അവിടെ ഒരു മരണം സംഭവിച്ചു. അപ്പോൾ ഇത്തരത്തിൽ നെല്ലിപ്പുഴയാണ് നമ്മുടെ എന്താ പറയുക വിളനിലം, നമ്മുടെ സ്ഥിരം വേട്ടമൃഗം. അപ്പോൾ ഒരു 1/2 കിലോമീറ്റർ നീളത്തിലേക്ക് നീന്തിയാലേ വെള്ളമുള്ള കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കരയിലേക്ക് പിടിക്കാൻ പറ്റുള്ളൂ, കരയിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ പൊതുവെ വെള്ളത്തിനോട് പേടിയായിരുന്നു കുട്ടിക്കാലത്തൊക്കെ. അന്ന് നമ്മുടെ ബാബു, ഈ കഥാപാത്രമൊക്കെ പിന്നീട് നമ്മൾ പറയുമ്പോൾ വരും കേട്ടോ. ഈ ബാബു ആണ് യഥാർത്ഥത്തിൽ അമ്മാവൻ്റെ മോനാണ്. അപ്പോൾ സംഭവം ആള് കുറച്ച് ചെറിയ തരത്തിൽ എന്താ പറയുക ഭിന്നശേഷിക്കാരനാണ്. പുള്ളി
ആ ഭിന്നശേഷി വെച്ച് നന്നായി നീന്തും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ആ കുട്ടിക്കാലത്തൊക്കെ യഥാർത്ഥത്തിൽ വളരെയേറെ അത്ഭുതത്തോടെ ഇവൻ നീന്തി പോകുന്നത് നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. പലപ്പോഴും കരയിൽ പേടിയായിരുന്നു ഇവൻ്റെ കൂടെ നീന്താനൊക്കെ. അപ്പം ഇവനാണ് യഥാർത്ഥത്തിൽ എന്നെ പുഴയിൽ നീന്താൻ വേണ്ടി പരിശീലിപ്പിക്കുന്നത്. നമ്മൾ ഈ കുത്തൊഴുക്കിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് കുത്തൊഴുകി വരുന്ന അല്ലെങ്കിൽ വളരെ വലിയ തരത്തിൽ രൗദ്രഭാവം പൂണ്ട് വരുന്ന ആ ഒരു പുഴയിൽ നീന്തുക എന്നൊക്കെ പറയുന്നത് ആത്മഹത്യാപരമാണ്. അത് എത്ര നീന്താൻ അറിയുന്നവർക്കും അപകടങ്ങൾ പറ്റാം. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ ഈ പുഴയുടെ തീരങ്ങളിൽ വരുന്ന കുറ്റിക്കാടുകൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്തോട്ടൊക്കെ പോയി കയറി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് ഒരു നമുക്ക് മുകളിൽ ഇട്ട് മൂടുന്ന തരത്തിലൊക്കെ വെള്ളമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ കുറ്റിക്കാടുകളിൽ നിന്ന് ചിലപ്പോൾ പൊങ്ങി വരാൻ പോലും പറ്റില്ല. നമ്മൾ സൈഡിലേക്ക് ചേർന്നൊക്കെ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കാം അപകടങ്ങൾ സംഭവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുന്തിപ്പുഴയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ സൈലന്റ് വാലിയിൽ എപ്പോഴെങ്കിലും മഴ പെയ്താൽ അന്നേരം തന്നെ ഈ ഒരു പാത്രക്കടവിലേക്ക് ആ വെള്ളം ചാടി വീഴുമെന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കുന്തിപ്പുഴയുടെ മുകൾ ഭാഗത്ത് വളരെ വലിയ തോതിലുള്ള നീരൊഴുക്കാനുണ്ടാവുക. അതിൽ ഈ പറയുന്ന വേനൽക്കാലത്ത് പോലും ആളുകൾ പെട്ട് ഇതേപോലെ മരണപ്പെട്ടിട്ടുള്ള എത്രയോ വിഷയങ്ങൾ ഓരോ വർഷവും 3-4 ആളുകൾ മരണപ്പെടുന്ന ഒരു സ്ഥിതി എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ട്. അതിനൊരു വ്യത്യാസം കൂടെ വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആളുകൾ കുറച്ചുകൂടി അവബോധം നമുക്കറിയാൻ പറ്റാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഇല്ലാത്ത സ്ഥലത്ത് പ്രത്യേകിച്ച് വെള്ളത്തിനോട് കളിക്കണ്ട. അതായിരിക്കും നല്ലത്. നീന്താൻ അറിയുന്നവർക്ക് അത്തരത്തിൽ ആത്മവിശ്വാസമുള്ളവർക്കൊക്കെ വെള്ളത്തിൽ ചാടാം. പക്ഷെ നമുക്കറിയില്ല ഇതിന് താഴെ പാറയാണോ അല്ലെങ്കിൽ മറ്റെന്താണ്, നമുക്ക് എവിടെ ചെന്നാലാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ തരത്തിൽ റിസ്ക് എടുക്കേണ്ടതില്ല എന്നാണ് നമുക്ക് ഈ തരത്തിൽ പറയാൻ കഴിയുക. തീർച്ചയായിട്ടും ജീവനുകൾക്ക് എന്തിനുമേറെ വിലയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ഈ പറയുന്ന പരിശീലനത്തിൻ്റെ കാലം നെല്ലിപ്പുഴയിലാണ്. അപ്പോൾ നെല്ലിപ്പുഴ പാലം ഒക്കെ ഒരു വട്ടമെങ്കിലും മണ്ണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് സഞ്ചരിച്ചിട്ടുള്ളവർ കണ്ടു കാണും. ഇന്നും ആ പാലം ബ്രിട്ടീഷുകാരുടെ പാലമാണ്. അതിൻ്റെ ഒരു റിവിറ്റ് ഇളക്കാൻ പോലും നമ്മുടെ ഗവൺമെൻറ്റിനോ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. പുതിയ പാലം പണിതു. ആ പാലം പണിത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അത് പൊളിഞ്ഞു വീഴുകയൊക്കെ ഉണ്ടായിട്ടോ. അവസാനം ഓട്ടയടക്കലും മറ്റു പരിപാടികളും അല്പം പുനരുദ്ധാരണമൊക്കെ ആയിട്ട് വീണ്ടും പാലം പണി കുറച്ചും കൂടി ഉഷാറാക്കി നടത്തുകയായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ തുകയൊക്കെ ചെലവിട്ട് 10-20 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. എന്തായാലും ഇന്നും പഴയ പാലം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴയ പാലത്തിൻ്റെ ചുവട്ടിലുള്ള സ്ഥലത്തെ കണ്ണംകുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ പാടത്തിൻ്റെ പമ്പ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ നിന്ന് നീന്തിയാൽ നമുക്ക് ഈ കണ്ണംകുണ്ടിൽ ഒരു 500 മീറ്റർ താഴോട്ട് നമുക്കിങ്ങനെ ഒലിച്ച് പോകുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് കണ്ണംകുണ്ട്. കണ്ണംകുണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ സുഖമാണ്. ഈ പാലത്തിൻ്റെ കാലുകളുണ്ട്. വലിയ വീതിയിൽ പടുത്തു വെച്ചിട്ടുള്ള കാലുകളാണ്. അപ്പോൾ താഴേക്ക് ഇത് വളരെ വിശാലമായിട്ട് വെള്ളക്കാരൻ വളരെ വിശാലമായിട്ട് പണിഞ്ഞു വെച്ചിട്ടുള്ളൊരു പാലമാണ് കേട്ടോ. ഇരുമ്പിലാണ് ഇതിൻ്റെ നിർമ്മിതി. അപ്പോൾ നല്ല കട്ടിയുള്ള പ്രത്യേക തരം കരിങ്കല്ലിൻ്റെ പീസുകൾ നല്ല എന്താ പറയുക ഒരേ വലുപ്പത്തിലൊക്കെ സെറ്റ് ചെയ്ത് അത് എന്തോ പ്രത്യേക മിശ്രിതത്തിലൊക്കെയാണ് ഈ വെള്ളത്തിലുള്ള പടവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നത്തെ കോൺക്രീറ്റ് ഒക്കെ ഏത് തരത്തിലാണോ എന്നുള്ളത് നമുക്ക് പ്രത്യേകം പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു പാലത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പാലത്തിൻ്റെ കാലിലേക്ക് കയറും. സ്റ്റെപ്പുകളുണ്ട് അതിന്. ആ കാലിലേക്ക് കയറി അവിടെ നിന്ന് ഈ കണ്ണംകുണ്ടിലേക്ക് ചാടുക, വീണ്ടും കുറേ താഴോട്ട് നീന്തി പോവുക. എന്നിട്ട് അവിടെ നമ്മൾ കൃഷിസ്ഥലങ്ങളാണ്. ഈ കൃഷിസ്ഥലങ്ങൾ സൈഡിലുള്ള കൃഷിസ്ഥലങ്ങളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് കര വഴി വീണ്ടും മുകളിലോട്ട് വരും. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേ പരിപാടി തുടരും. അല്പസമയം ഈ ഒരു നീന്തൽ പരിശീലനം കഴിയുമ്പോഴേക്കന്നെ കണ്ണൊക്കെ ചുവന്ന് ആകെ ഒരു മാതിരി ആയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ വിരലുകളും മറ്റുമൊക്കെ തടിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ തടി കൂടിയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ചീർത്ത് പോവാന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് നീന്തൽ ഒരു ഉപകരണമോ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു സാധാരണ പരിപാടി നമ്മൾ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ നീന്തലിൽ നല്ലൊരു പരിശീലനം ചെറുപ്പകാലത്തെ ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടോ. ഞാനും സഹോദരന്മാരൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പറയുന്ന ബാബു ഉണ്ടാവും. ചിലപ്പോഴൊക്കെ പുറത്തുനിന്നുള്ള പിള്ളേരൊക്കെ കാണും കേട്ടോ നമ്മുടെ കൂടെ. ഈ പറയുന്ന പ്രത്യേകിച്ചും അവധിക്കാലങ്ങളിൽ ഇതേപോലെ പുറത്തുനിന്നുള്ളവരൊക്കെ സാധാരണഗതിയിൽ അങ്ങോട്ട് വരാറുണ്ട് നമ്മളോടൊപ്പം കളിക്കാനും കുളിക്കാനും. അപ്പോൾ ഈ കാവലെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കളിയും കുളിയൊക്കെയാണ് അവിടെ നടക്കുന്നത്. വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും കന്നുകാലികളുടെ പിറകെ ഓടണം, അവറ്റകളെ പുഴ കടത്തി വിടണം, അല്ലെങ്കിൽ റോട്ടിലേക്ക് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്തുള്ള റോഡിലേക്ക് ഇവറ്റെ നമ്മളെ തൊടിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് അടിച്ച് ഓടിച്ച് മുകളിലേക്ക് മെയിൻ റോഡിലേക്ക് കയറ്റി വിടണം. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ നടക്കുന്ന കുറേ നുറുങ്ങ് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ നുറുങ്ങ് കാര്യങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ
തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. നല്ല അസല് എന്താ പറയുക പായസം. അത് നമ്മുടെ കുത്തരി ഉണ്ടല്ലോ, കുത്തരി എന്ന് പറയുന്നത് നമ്മൾ നെല്ലുണ്ടാക്കി അത് പുഴുങ്ങി ആ അരി, അല്ലാതെ പുഴുങ്ങലരിയല്ല, നമ്മൾ പറയുന്ന പച്ചരിയല്ല, കുത്തരി എന്ന് പറയുന്ന സംഭവം. അതും മട്ട അരി, നല്ല അന്നൊക്കെ പറയുന്ന ചിറ്റേനി നെല്ലെന്നൊക്കെ പറയും. പലതരം നെല്ലുകളുണ്ട്, പഴയ കാലത്ത് ഉണ്ടായിരുന്ന കുറേ നെല്ലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ 90s കിഡ്സിനൊക്കെ കൃത്യമായിട്ട് അറിയായിരിക്കും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല, അറിയാൻ സാധ്യതയില്ല അല്ലേ. അപ്പോൾ അത്തരം നെല്ല് കൊണ്ട് അത് പുഴുങ്ങി അതിൽ നിന്ന് അരിയാക്കി മാറ്റി ആ അരി കൊണ്ടൊക്കെ വെക്കുന്ന ഒരു പായസമുണ്ട് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ. അവിടുത്തെ ഒരു നിവേദ്യമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നമ്മുടെ ഈ തോട്ടത്തിൽ നിന്നാണ് ഇവരിതിന് വേണ്ട വാഴയില പൊട്ടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പായസത്തിലൊരു പങ്ക് നമുക്കും അവകാശപ്പെട്ടതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു മണിയടിയും ശബ്ദമൊക്കെ കേൾക്കുന്ന സമയത്ത് ഞങ്ങളും പോയിട്ട് ഇങ്ങനെ ഈ അമ്പലത്തിൻ്റെ ആ ഒരു പിറകു ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അന്നേരം അവിടെയുള്ള ഭക്തജനങ്ങൾക്കൊക്കെ ഈ പായസമൊക്കെ കൊടുത്ത് നിവേദ്യം നൽകി കഴിഞ്ഞ് പൂക്കളും മറ്റുമൊക്കെ ആ ഒരു പൂജാതി കർമ്മങ്ങളെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് പായസം എന്തായാലും അവിടെ ഞങ്ങൾക്ക് വേണ്ടി എമ്പ്രാന്തിരി ബാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു വളരെ കുലീനനായ ഒരു മനുഷ്യൻ കേട്ടോ, വെളുത്ത് നല്ല ആപ്പിൾ പോലുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഇതേപോലെ ഇലയിൽ പായസം വിളമ്പി ഈ പറയുന്ന വേലിക്കലേക്ക് കൊണ്ടു തരും. അന്ന് വേലിയാണ്, അന്ന് അവിടെ മതിലൊന്നുമില്ല സത്യം. പിന്നെ അവരുടെ പൂജയുടെ ഭാഗമായിട്ട് കുറേ നിവേദ്യങ്ങളും മറ്റുമൊക്കെ ഈ വെള്ളമുള്ള കിണറ്റിലേക്ക് ഇടുന്നു. പിന്നെ വിഗ്രഹം വഴിയുള്ള എന്തൊക്കെയോ ചാർത്തുകൾ, വിഗ്രഹത്തിൽ എന്തൊക്കെയോ ചാർത്തുന്നു. അതേപോലെ വിഗ്രഹത്തിൻ്റെ മുകളിലൂടെ പാലഭിഷേകം പോലെ എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വാഴക്കൊല വെട്ടുന്ന കാലത്ത് നമ്മൾ വാഴക്കൊലകളൊക്കെ ഇവിടേക്ക് അർപ്പിക്കുകയൊക്കെ ചെയ്യും. ഈ അമ്പലത്തിലേക്ക് കാണിക്കയായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവിടെ മത ജാതി വർഗ ചിന്തകളൊന്നും നമുക്ക് ഈ 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പില്ല. അതാണ് സത്യം. അങ്ങനെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, ഇന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നവർ അവരെ നമ്മൾ പിന്തിരിപ്പിക്കുകയും ചെയ്യും, ഓടിക്കുകയും ചെയ്യും. അതാണ്. അപ്പോൾ ആ തരത്തിൽ അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിച്ച് മിക്കപ്പോഴും, അത് മിക്കവാറും വെള്ളിയാഴ്ചകളിലും ഒക്കെയാണെന്ന് തോന്നുന്നു, ചൊവ്വയും വെള്ളിയാണെന്ന് തോന്നുന്നു അത്തരത്തിൽ പൂജകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രസാദമൊക്കെ കഴിച്ച് അവിടെ അല്പം എന്താ പറയുക കുസൃതികളുമായിട്ടൊക്കെ ഞങ്ങളങ്ങനെ കടന്നു പോകും. നല്ല ഭംഗിയുള്ള പെമ്പിള്ളേർ വരും കേട്ടോ ഈ അമ്പലത്തിലേ. അപ്പോൾ അന്ന് ഒരു 9ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഒക്കെയാണ്, കൗമാരത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ ഇവരെയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ എന്താ പറയുക ഈ കസവ് തട്ടമല്ല, കസവും പാവാടയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഉള്ള ഒരു സംഭവമൊക്കെ ഇട്ടിട്ട് ഈ പാടവരമ്പിലൂടെയൊക്കെ നടന്ന് വരുന്ന ആ ഒരു കാഴ്ച ശരിക്കും കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇപ്പോഴും കറങ്ങുന്നുണ്ട്. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ കഥ പറച്ചിലിൻ്റെ തന്നെ എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്തായാലും ആ തരത്തിൽ നമ്മൾ ഈ കുസൃതികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലം വല്ലാത്തൊരു കാലമാണ് കേട്ടോ. പിന്നെ ഈ പാടത്ത് തന്നെ PWDയുടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ, PWDയുടെ അല്ല, വാട്ടർ അതോറിറ്റിയുടെ, കേരള വാട്ടർ അതോറിറ്റി KWA ആണ്, കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പമ്പിംഗ് സ്റ്റേഷൻ ഉണ്ട്. അതായത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ആയിട്ടില്ല, അന്ന് പഞ്ചായത്താണ്, ഒത്തിരി വർഷങ്ങൾക്ക് മുൻപാണല്ലോ. അപ്പം ഈ ഒരു പഞ്ചായത്തിലേക്ക് വെള്ളം അടിക്കുന്ന പമ്പിംഗ് സ്റ്റേഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ നെല്ലിപ്പുഴയിൽ ഈ പറയുന്ന പാടശേഖരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം ഒരറ്റത്തായിട്ടാണ് ഈ ഒരു പമ്പിംഗ് സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. ഈ അടിയിലൂടെ ഭൂമി തുരന്ന് പുഴയിലേക്ക് പൈപ്പുകൾ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പുഴയിലത്തെ വെള്ളം ഇവിടെ ഒരു ടാങ്കിലേക്ക്, ഒരു കിണർ പോലെ വലിയൊരു കിണർ, അതിന് മുകളിൽ വലിയൊരു കെട്ടിടം, റൗണ്ടായിട്ടുള്ള ഒരു കെട്ടിടം, അതിലേക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് ഈ വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയൊക്കെ ഉണ്ട്. ബ്ലീച്ചിങ് പൗഡർ പോലുള്ള എന്തോ ഒരു പൗഡർ മിശ്രിതം ഇതിലൊക്കെ ഇട്ടിട്ട് ഇതിനെ ഈ ഒരു വെള്ളത്തെ ശുദ്ധീകരിച്ചിട്ടാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് പഞ്ചായത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പം അവിടെ ഒരുപാട് പമ്പ് ഓപ്പറേറ്റർമാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ പിള്ളേർ ഇതിനൊക്കെ വട്ടമിട്ട് നടന്നുകൊണ്ടേയിരിക്കും. പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നൊന്നായിട്ട് പറയുകയാണെങ്കിൽ സത്യത്തിൽ അവിടെയുള്ള ഓപ്പറേറ്റർമാരൊക്കെ പലപ്പോഴും പല എന്താ പറയുക ചായ കുടിക്കുന്ന സമയത്ത് പലതരം കടികൾ, പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ, കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പം ഞങ്ങളോടൊക്കെ അവർ ലാൻഡ് ഓണർ എന്നുള്ള നിലയ്ക്ക് നല്ല താല്പര്യമുള്ള ടീമുകളാണ് എല്ലാവരും തന്നെ. അപ്പം അതിൽ തന്നെ ഒരു കമ്മു എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. എല്ലാവരോടും ഞങ്ങൾ ഈ പിള്ളേരോടൊക്കെ ഇവർ നല്ല ഒരു സെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോടൊപ്പം കളിക്കും. അന്നത്തെ കളികളൊക്കെ ഈ പറയുന്ന പോലെയാണ്. ചെവിയിൽ മറ്റേ എന്താ ഒരു സംഭവം തൂക്കിക്കൊണ്ടുള്ളൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഈ ചതുരംഗം കളി എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ മറ്റൊരു രൂപം, അങ്ങനെയൊക്കെ ഉണ്ട്. പലതരം കളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതേപോലെ ഒരുമിച്ചിരുന്ന് കളിക്കും.
അപ്പോൾ ഇതിൽ പല ആളുകളും ഒരു 3-4 പേരുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്യൂട്ടി ചേഞ്ച് ആയിട്ടൊക്കെ വരുന്ന ആളുകളുണ്ടാവും. ഇവരിൽ പലരും മദ്യപാനികളാണ് കേട്ടോ. ഒരാൾ മാത്രമേ മദ്യപിക്കാത്തുള്ളൂ, അത് ഈ കമ്മ് എന്ന് പറയുന്ന ആളാണ്. മറ്റുള്ളവരെല്ലാം തന്നെ അത്യാവശ്യം നല്ല മദ്യപിക്കുന്നത്, കാരണം അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവിടെ ഈ സ്റ്റേഷനിൽ വരിക, ഈ റൂമിനകത്ത് കയറി ജസ്റ്റ് ഈ ഒരു മെഷീൻ മോട്ടോർ ഓൺ ചെയ്യുക, വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങും, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ട്രിപ്പ് ആവുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ അവർക്ക് പണിയൊന്നുമില്ല. വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, മദ്യമൊക്കെ കൊണ്ടുവന്ന് അടിക്കും. അങ്ങനെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ കുറച്ച് ഭാഗമൊക്കെ ബാക്കി വെച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും ഈ സംഭവം. ചിലപ്പോൾ അത് ഇവർ ഈ റൂമിനകത്ത് വെക്കില്ല, പല ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ പിറകിൽ ഒരു ഭാഗത്ത് ഉയർന്നൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവന്നാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് ആരും ഇൻസ്പെക്ഷൻ വന്നാലും കാണില്ലല്ലോ. ഞങ്ങൾ കുറച്ച് വികൃതികൾ പോയിട്ട് ഈ സാധനം ഒക്കെ എന്താണെന്ന് എടുത്ത് നോക്കാൻ വേണ്ടി എടുത്ത് നോക്കുകയും ഇതേപോലെ രുചിച്ച് നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ വളരെ വൃത്തികെട്ട ബ്രാൻഡിയൊക്കെയാണ് ഈ XXX റമ്മ്, XXX റമ്മാണോ എന്തോ, വില കുറഞ്ഞ ബ്രാൻഡുകളൊക്കെയാണ്. അപ്പോൾ അന്ന് ഇതേപോലെ വിരൽ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ നാവിൽ വെച്ച് നോക്കും, ഇതെന്താ സംഭവം. സത്യത്തിൽ ഈ പറഞ്ഞ പരിപാടികൾ ഒക്കെ എല്ലാ കുസൃതികളും നമ്മൾ ചെയ്തിട്ടുണ്ട്, അന്ന് അനുഭവിച്ചാണ്. പക്ഷെ പിന്നീട് നമുക്ക് ഇതൊന്നും കൈകൊണ്ട് തൊടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൽ നിന്നെല്ലാം ഒരു വിരക്തി യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളത് തന്നെ. കാരണം മദ്യത്തോട് ഉള്ള ആ ഒരു അങ്ങനെ ഒരിക്കലും ഒരു ആസക്തി തോന്നാതെ ജീവിതത്തെ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അന്നത്തെ ഈ കൊച്ചനുഭവം പോലും സഹായിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ KWAയുടെ ഇഷ്ടംപോലെ പൈപ്പുകളും ഈ കാസ്റ്റിൻ്റെ ഒക്കെ നിലത്ത്, അതായത് മണ്ണിനടിയിലൂടെ ഇട്ട് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കാലപരിധി കഴിഞ്ഞാൽ ഉപയോഗശൂന്യമാവും. അന്നേരം വാട്ടർ അതോറിറ്റി അതൊക്കെ മാറ്റും, ഈ പഴയ സ്റ്റോക്കൊക്കെ കൊണ്ടുവന്ന് വെറുതെ ഡംപ് ചെയ്യും. ഈ സാധനം കാസ്റ്റിൽ നമുക്ക് പൊട്ടിച്ചിട്ട് എടുക്കാൻ പറ്റും. പൈപ്പുകളാണ്, പക്ഷേ ഇരുമ്പ് പോലുള്ളൊരു സംഭവമാണ് കാസ്റ്റിൽ. ഇതിനെ പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഴയ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റും. സത്യത്തിൽ അത് സർക്കാരിൻ്റെ മുതലാണ്, നമ്മുടെ സ്ഥലത്താണ് കിടക്കുന്നത്, അവർ നമുക്ക് വാടകയൊന്നും തരുന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പം നമ്മളെന്തെങ്കിലും എടുത്തെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അവിടെ അത് ചോദിക്കാനോ നോക്കാനോ ആരുമില്ല. അപ്പോൾ ഈ സാധനം ഞങ്ങൾ പൊട്ടിച്ച് കൊണ്ടുപോയി പഴയ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും കേട്ടോ, കൊടുക്കും. ഇനിയിപ്പോൾ അത് വിവാദമൊന്നും ആവണ്ട, എന്തായാലും ആ തരത്തിൽ ഞങ്ങൾ ആ കാസ്റ്റിനൊക്കെ വിറ്റ് ഇഷ്ടം പോലെ പൈസയാണ് കയ്യിൽ എല്ലാ ദിവസവും. അപ്പോൾ ഇതിന് വേണ്ടി കൂടെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ വരുന്നത്, ഈ ഒരു പരിപാടി ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി. ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ആപ്പിൾ വാങ്ങിക്കും. അന്ന് ഒരു ട്രെൻഡിങ് ആപ്പിൾ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ആപ്പിളുകൾ. ഈ ആപ്പിളുകൾ വാങ്ങിക്കും, അത് വാങ്ങിക്കുന്ന കിലോ കണക്കിനാണ്. എന്നിട്ട് അന്ന് 30 രൂപ 40 രൂപയ്ക്ക് അന്ന് വില. ഞങ്ങളുടെ കയ്യിൽ 100 കണക്കിന് രൂപയാണ്. പൈസ എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇഷ്ടം പോലെ പടക്കം വാങ്ങിക്കുക, പൊട്ടിക്കുക. ആ സീസൺ ആകുമ്പോൾ അതാണ് പരിപാടി. ഇപ്പോൾ ആപ്പിൾ സീസൺ ആകുമ്പോൾ ആപ്പിൾ വാങ്ങിക്കുക, കഴിക്കുക, ലഡു, ജിലേബി, മധുരപലഹാരങ്ങൾ, ഇഷ്ടമുള്ള ചായയുടെ എന്താ പറയുക ചായക്കടികളൊക്കെ, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടി. അങ്ങനെ പോകുന്ന ഒരു കാലം. പലരും ബീഡി വലിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. ഇതിലൊക്കെയുള്ള ഒരു എന്താ പറയുക കൗതുകം നമുക്ക് യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നതാണ് ഇത് കാണുന്നതോടുകൂടി തന്നെ. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും വീട്ടിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ അറിയേയില്ല, ആർക്കും അറിയില്ല. ഇവർ വീട് ഈ പറയുന്ന തൊടിയിൽ കാവലിന് പോകുന്നു, തിരിച്ചു പോരുന്നു, ഇത്രയേ ഉള്ളൂ അവരുടെ കയ്യിൽ. നമ്മൾ പോകുന്ന 4:30 to ഒരു 6:30 വരെയുള്ള സമയത്ത് ആരും ഇല്ലതാണ് അവിടെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് പല വികൃതികളിലൂടെ ഉണ്ടാക്കുന്ന പൈസയാണെന്ന് നോക്കണം. പിന്നെ ക്യാഷ് ഉണ്ടാക്കുന്നു, ഈ പറയുന്ന പോലെ ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് സിഗരറ്റ്, ബീഡി ഒക്കെ വാങ്ങിച്ചിട്ട് ചെയിൻ സ്മോക്കിംഗ് ആണ്. എല്ലാവരും വലിച്ചു നോക്കുകയാണ്, ഇതെന്താണ് സംഭവിക്കുന്നത്, ഇത് ഭയങ്കര സംഭവമാണ്, എല്ലാവരും വലിക്കുന്നുണ്ടല്ലോ, എന്തോ കാര്യമായിട്ട് ഇതിൽ ബെനിഫിറ്റ് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് വലിക്കുന്നത്. അങ്ങനെ 1-2 ദിവസമൊക്കെ വലിച്ച് നോക്കി ഈ സാധനമൊക്കെ ഒളിച്ചു വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഒരു പുല്ലും ഇല്ല ഇതിൽ എന്ന് മനസ്സിലായി 2 ദിവസം കഴിഞ്ഞപ്പോഴേ. ആ പരിപാടി ഞങ്ങൾ നിർത്താൻ കാരണമുണ്ട്. നമ്മുടെ പിന്നെ ഫാദറിന് ഈ സംഗതി എങ്ങാനും ലീക്കായിട്ട് എവിടുന്നോ കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. പുള്ളി ചോദിച്ചില്ല, പക്ഷെ പുള്ളിയുടെ മുഖഭാഗത്ത് നിന്ന് എന്തോ ഡൗട്ടുള്ള പോലെയൊക്കെ ഞങ്ങൾ തോന്നിയപ്പോൾ, സാധാരണ ചോദിക്കാനെന്നുള്ള വകുപ്പ് നമ്മൾ വെച്ച പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് തന്നെ ആ ഒരു വഴിക്ക് ഞങ്ങൾ പോയില്ല. പരിപാടി അതോടെ ക്ലോസ് ചെയ്തു. പ്രത്യേകിച്ച് അതിന് ഗുണമൊന്നുമില്ല, ബെനിഫിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടും വായ ഭയങ്കരമായിട്ട് അരുചിയൊക്കെ തോന്നുന്നതുകൊണ്ടും ആ പരിപാടി ഞങ്ങൾ ക്ലോസ് ചെയ്തു. അതോടുകൂടി വെള്ളമടി, പുകവലി, ഈ 2 ദുശ്ശീലങ്ങളെയാണ് ഞങ്ങൾ ഒഴിവാക്കിയെന്ന് കൂടി, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെറിയുന്നത് എന്നുകൂടി ഇന്ന് ഓർക്കുകയാണ് കേട്ടോ. കാരണം അതിന് കാരണമായത് ഈ കാലഘട്ടമാണ് യഥാർത്ഥം. അങ്ങനെ അതും കഴിയുന്നു. പിന്നെ നടക്കുന്നത് കുളിയാണ്.
ഈ പറയുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ ലേഡീസ് പുറത്തുള്ളവരൊക്കെ കുളിക്കാൻ വരും. അപ്പം ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ചില പെൺപിള്ളേരൊക്കെ കുളിക്കാൻ വരും കേട്ടോ. അന്നും എന്നും ഈ കുളിസീൻ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മടിയുള്ള ജാള്യതയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം എനിക്കത് കാണുന്നത് ഭയങ്കര എന്താ പറയുക നാണക്കേടാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഇവർ വന്ന് ഈ പറയുന്ന പോലെ എന്താ പറയുക പണ്ടത്തെ നീരാട്ട് പോലെ ഈ രാജകുമാരിമാരൊക്കെ പുഴയിൽ വന്ന് കുളിക്കുന്ന പോലെ വിശാലമായിട്ടുള്ള കുളിയാണ്. അപ്പോൾ അത് നേരെ നോക്കാനാവാതെ പലപ്പോഴും നമുക്ക് ആ ഏരിയകളിലൂടെയൊക്കെ നടക്കേണ്ടി വരും, നോക്കേണ്ടി വരും ഒക്കെ. ഈ കാവലിനൊക്കെ പോയി ആ ഭാഗത്തൂടെയൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ ഈ പുഴയുടെ കരയായതുകൊണ്ട് ഒരു രക്ഷയില്ല, ഈ കാഴ്ചകളിലേക്ക് അറിയാതെ എങ്കിലുമൊക്കെ കണ്ടുപോകും. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുസൃതികളും നമ്മുടെ ഈ പറയുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് കാഴ്ചകൾ കണ്ടിരുന്ന ചില വികൃതി സുഹൃത്തുക്കളൊക്കെ ഇന്ന് ഓർക്കുകയാണ് യഥാർത്ഥത്തിൽ. എന്തായാലും അതും മറ്റൊരനുഭവമായിരുന്നു. പക്ഷേ അത്തരം ഒരു വിഷയത്തിലേക്കും നമ്മൾ യഥാർത്ഥത്തിൽ പോയില്ല. കാരണം അന്നും നമ്മുടെ കണ്ണിൽ ഇഷ്ടംപോലെ ഇത്തരം കാഴ്ചകൾ ഉണ്ടായിരുന്നുകൊണ്ടാവാം നമുക്ക് നമ്മുടെ കണ്ണുകളെ അതൊന്നും സ്വാധീനിച്ചില്ല എന്ന് പറയാനും ഈ സാഹചര്യങ്ങൾ നമുക്ക് എന്താ പറയുക സാഹചര്യം ഒരുക്കി എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ ചില പ്രണയങ്ങളൊക്കെ അവിടെ വെച്ച് ഉണ്ടാകുന്നുണ്ട്. കുറച്ച് പ്രായം കൂടിയ ആളുകളായിട്ടൊക്കെയുള്ള പ്രണയമൊക്കെയാണ് കേട്ടോ. അതൊന്നും പറയത്തക്ക ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ 8, 9, 10 ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു കാലത്താണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു മിൽ ഹൗസ് ഉണ്ട്. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡൊക്കെയാണത്. വലിയൊരു പ്ലോട്ടാണ്. അപ്പോൾ അതിനകത്ത് ലൂവിക്ക എന്ന് പറയുന്ന നല്ല പുളിയുള്ള പഴങ്ങളുണ്ട്. അതേപോലെ നെല്ലിക്ക, അരിനെല്ലിക്ക എന്നൊക്കെ പറയുന്ന പുളിയുള്ള നെല്ലിക്കയുണ്ട്. ഒരുപാട് സംഭവങ്ങൾ വേറെയുണ്ട് കേട്ടോ. പല നമ്മുടെ ഇതിലൊന്നും ഇല്ലാത്ത ചിലതരം പഴങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പോയി അടിച്ച് മാറ്റി കഴിക്കുക എന്നുള്ളതാണ് പരിപാടി. കഴിപ്പ് എന്ന് പറഞ്ഞാൽ 1.5 കഴിപ്പായിരിക്കും. 1 കിലോ നെല്ലിക്കയ്ക്ക് ഒറ്റയടിക്ക് തിന്നും. പക്ഷേ അതൊക്കെ പിന്നീട് വയറിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് സത്യമാണ്. പിള്ളേരാവുന്ന കാലത്ത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. എന്താണ് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുക, എന്ത് ബാധിക്കില്ല, എന്താണ് കഴിക്കേണ്ടത്, എത്രത്തോളം കഴിക്കണം എന്നൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ. അങ്ങനെ പലതരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാക്കിയ ചില സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ആ പരിസരത്തുള്ള ആളുകളോടൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രൂപത്തിൽ എന്താ പറയുക നല്ല ഒരു ഫ്രണ്ട്ഷിപ്പും ആളുകളുമായിട്ടുള്ള ചങ്ങാത്തവും പ്രായഭേദമന്യേ ഇപ്പോൾ മുത്തശ്ശിമാർ മുതൽ ചെറിയ പെമ്പിള്ളേർ മുതൽ ഒക്കെ തൊട്ടടുത്ത് തന്നെ ഒരു തിട്ടെന്ന് പറയുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെയുള്ള ആളുകളായിട്ടൊക്കെ നല്ല രൂപത്തിൽ ഇൻട്രാക്ട് ചെയ്യാനും അമ്പലത്തിൽ വരുന്ന ഭക്തന്മാരെ കാണാനും അവിടെ നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണാനും കേൾക്കാനും വലിയൊരു ആലുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. ഈ ആലിൻ്റെ ചുവട്ടിൽ എപ്പോൾ നിന്നാലും ഇങ്ങനെ ഒരു വല്ലാത്ത കാറ്റും ഒരു ഹുങ്കാര ശബ്ദമൊക്കെ ആയിരിക്കും. ഒരു ഓങ്കാര ശബ്ദം പോലെ അതിങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. അപ്പം ഈ പിന്നെ കോളേജിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ ഇതേപോലെ ചിലവ് കാശ്, കാരണം ഈ ഒരു സമയത്തേക്ക് അവിടുത്തെ സ്റ്റോക്കൊക്കെ ഈ നമ്മൾ പൊട്ടിച്ച് വെക്കുന്ന കാസ്റ്റിൻ പൈപ്പിൻ്റെ സ്റ്റോക്കൊക്കെ ഞങ്ങൾ തീർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ പൈസ ഉണ്ടാക്കാൻ വേറെ നിവൃത്തിയില്ല. പിന്നെ പലപ്പോഴും ഫാദർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവശേഷിക്കുന്ന സ്റ്റോക്ക് എടുക്കാനും കഴിയില്ല. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ടത്തിൽ പോയിട്ട് വലിയ തെങ്ങുകളൊക്കെയാണ്, ഒത്തിരി വലിയ തെങ്ങുകളാണ്. അതിനകത്തോട്ടൊക്കെ പാഞ്ഞ് കയറി നെഞ്ചൊക്കെ ഇട്ടിട്ടാണ് കയറുന്നത്. സാധാരണഗതിയിൽ ഈ തെങ്ങി കയറുന്ന ആൾക്കാർ നെഞ്ച് സ്പർശിക്കാതെ തെങ്ങിൽ തട്ടാതെയാണ് കയറേണ്ടത്. പക്ഷേ ഞാൻ പഠിച്ച അന്നത്തെ കഥ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ഒരു വണ്ണമൊക്കെ ഉള്ളത് കൊണ്ടും വെയിറ്റ് ഉള്ളത് കൊണ്ടും നമുക്ക് ഇങ്ങനെ അടക്കി പിടിച്ച് വേണം കയറാൻ. അത് പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കാൻ കാരണമാവും. അപ്പം തെങ്ങിൽ ഇങ്ങനെ നെഞ്ചൊക്കെ ഇട്ടിട്ടാണ് കയറുക. നെഞ്ച് ഇറങ്ങി വരുമ്പോഴേക്കും മുറിവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 2-3 തെങ്ങിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കിട്ടും. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് വീട്ടിൽ നിന്നൊക്കെ കൊണ്ട് തേങ്ങ കൊടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ തന്നെ ഇതും കൊടുക്കുന്നത്. അവർ വിചാരിക്കുന്ന ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ സംഭവങ്ങളാവുന്ന വരുന്നത്. പക്ഷേ അറിയാതെ പലവട്ടം ഈ പരിപാടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു തെങ്ങി കയറി ആ തെങ്ങ് കാലിയാക്കുക, അതാണ് പരിപാടി. സാധാരണഗതിയിൽ അതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള കുറേ ഓർമ്മകൾ അല്ലേ. ഇതിപ്പോൾ പറഞ്ഞാലൊന്നും തീരില്ല, അത്രത്തോളം ഓർമ്മകളാണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അപ്പോൾ പുക വലിച്ചതും മദ്യം കഴിച്ചു നോക്കിയതും അതേപോലെ തന്നെ ഈ പറയുന്ന പലതരത്തിലുള്ള എന്താ പറയുക ഈ കാസ്റ്റിൻ പൈപ്പും മറ്റുള്ളതൊക്കെ പൊട്ടിച്ച് വിറ്റ കഥയും അതുകൊണ്ട് ഇഷ്ടംപോലെ അല്ലേ
ചെയ്യാൻ അന്നത്തെ കാലത്ത് ഒരു പിള്ളേർക്കും കഴിയാത്ത തരത്തിൽ ഞങ്ങൾ എന്താ പറയുക സമ്പന്നരായിരുന്നു ആ ഒരു ചുരുങ്ങിയ കാലഘട്ടം 2-3 മാസങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കുസൃതികളിലൂടെ ആ ഒരു നല്ല കുട്ടിക്കാലം ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് കഥ. അപ്പോൾ പ്രകാശൻ പറഞ്ഞ കഥകളുടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരും. കാണാം.